ശ്രീ ജലീൽ പുനലൂർ, PFIയുടെ തീവ്രവാദ സ്വഭാവം എടുത്തുകാട്ടിയപ്പോൾ താങ്കൾ പ്രതിരോധിച്ചത് അത്തരം ഒരു സംഘടന ശക്തി ആർജിച്ചെങ്കിൽ അത് കേന്ദ്രത്തിൻ്റെ പിടിപ്പുകേടുകൊണ്ടല്ലേ എന്നുള്ളതാണ്. പക്ഷേ താങ്കൾക്കും ഇപ്പോൾ ബോധ്യം വന്നു കാണും, അതേ കേന്ദ്രം ഇടപെട്ടതുകൊണ്ടാണ്, ആ അന്വേഷണ ഏജൻസികൾ നിരീക്ഷണം ശക്തമാക്കിയതുകൊണ്ടാണ് നിരോധനത്തിലേക്ക് എത്തിയത്. അവിടെയും നമ്മുടെ സംസ്ഥാന സർക്കാർ എന്ത് നിലപാടാണ് സ്വീകരിച്ചത് എന്നുള്ളത് കണ്ടതാണ്. റെയ്ഡ് അടക്കമുള്ള വിവരങ്ങൾ അന്ന് ചോരുന്ന ഒരു സാഹചര്യമുണ്ടായി എന്ന് മാത്രമല്ല, നിരോധനത്തിന് ശേഷമുണ്ടായ ഹർത്താൽ താങ്കളുടെ ഓർമ്മയിലും കാണും. കേരളം മുഴുവൻ ആക്രമണോത്സുകമായി അഴിഞ്ഞാടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ അന്ന് കണ്ടത്. അവിടെ പോലീസ് നിശബ്ദമാകുന്ന കാഴ്ച. ഒരു ദിവസം മുഴുവൻ PFI ഭീകരർ കേരളത്തിലെമ്പാടും അക്രമം സൃഷ്ടിക്കുകയുണ്ടായി. പക്ഷേ അതിനെതിരെ അന്ന് ഹൈക്കോടതി സ്വീകരിച്ച അതിശക്തമായ നിലപാടുണ്ട്. എല്ലാ നാശനഷ്ടത്തിനും കൃത്യമായ കണക്ക് രേഖപ്പെടുത്തി അതാരാണോ വരുത്തിയത് അവരിൽ നിന്ന് ഈടാക്കണം എന്നുള്ളത് പല ആവർത്തി ഹൈക്കോടതി സംസ്ഥാന ആഭ്യന്തര വകുപ്പിനോട് ചോദിക്കുകയും ചെയ്തു. എന്ത് നിലപാടെടുത്തു, ഇത്രയധികം കാലതാമസം എന്തിന് എന്നുള്ളത്. അങ്ങനെ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും അതിരൂക്ഷമായ വിമർശനം പലതവണ ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ ഏറ്റുവാങ്ങിയതുമാണ്. അപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ സംസ്ഥാന സർക്കാരിന് അത്തരത്തിലുള്ള പ്രീണന സ്വഭാവമൊന്നുമില്ല എന്നുള്ളത് നമുക്ക് മാറ്റി തന്നെ വയ്ക്കേണ്ടി വരും. കാരണം അതുകൊണ്ടാണല്ലോ അവർ ഇത്രയും ശക്തി ആർജിച്ചതും നിരോധനത്തിന് ശേഷം ഒരു ദിവസം മുഴുവൻ അഴിഞ്ഞാടിയത്. തീർച്ചയായിട്ടും എനിക്ക് വളരെ ആദരവോടുകൂടി താങ്കളോടും മറ്റ് സഹ പാനലിസ്റ്റുകളോടും ഒക്കെ പറയാനുള്ളത്, നമുക്ക് വ്യക്തിപരമായോ ദേഹങ്ങളോടോ ഒരു വിരോധമില്ല. നമ്മളൊരു ആശയ സംവാദമാണ്. ഈ ആശയ സംവാദത്തിൽ TV ജനമായതുകൊണ്ട് ആത്യന്തികമായി നിങ്ങളുടെ പക്ഷം ജയിക്കണമെന്ന് ഉള്ള ഒരു നീതിബോധമുള്ള ഒരാളും കൂടാണ് ഞാൻ. പക്ഷെ നമ്മൾ സംസാരിക്കുമ്പം കുറച്ച് സമയം എന്ന് പറഞ്ഞാൽ നിങ്ങൾ 4 പേരാണ്, ഞാൻ ഒരാളാണ് എന്ന് മാത്രമല്ല, ഇടപെടൽ ഉണ്ടാകാതിരുന്നാൽ വളരെ അതാണ് ഒരു മാന്യത, നീതി എന്ന് ഞാൻ ആദ്യമായിട്ട് ഉണർത്തുകയാണ്. മറ്റൊന്ന്, താങ്കൾ പറഞ്ഞതിൽ ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ സംബന്ധിച്ചും സമാനമായ സംഘടനകളെ സംബന്ധിച്ചും എനിക്ക് ബോധ്യം വന്നത് ജനൻ TVയിലെ ചർച്ച കൊണ്ടാണെന്ന് താങ്കളിൽ നിന്നൊരു അഭിപ്രായമുണ്ട്. അത് തെറ്റാണ്. എന്നെ ബോധ്യപ്പെടുത്തതും ഞാൻ അടക്കമുള്ള വിശ്വാസി സമൂഹത്തിന് കേരളത്തിൽ ബോധ്യപ്പെട്ടതും LDF ഉണ്ടായ കാലത്താണ്. കേരളത്തിലെ ഏറ്റവും വലിയ മതസംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. 100 വർഷം പിന്നിടുന്നു, അതിന്റെ ശതാബ്ദി ആഘോഷിക്കുകയാണ്. 14,000-ഓളം മദ്രസകൾ ഈ സമസ്ത കേരള ജമിയത്തുൽ ഉലമയ്ക്കുണ്ട്. നിങ്ങളും ഞാനും ഒക്കെ ഇഷ്ടപ്പെടുന്ന, ആരും കുറ്റപ്പെടുത്താത്ത കാന്തപുരം അബൂബക്കർ ഉസ്താദിന്റെ നേതൃത്വത്തിൽ മദ്രസയുണ്ട്. എന്റെ പ്രദേശത്ത് ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയ്ക്ക് 16,000-ഓളം മദ്രസകളുണ്ട്. ഈ 3 സംഘടനകളും ആ കാലഘട്ടത്തിൽ കൃത്യമായി വിശ്വാസി സമൂഹത്തിന് മുന്നറിയിപ്പ് നൽകിയതാണ്. ഇത്തരം സംഘടനകൾ നമുക്ക് തന്നെ, ആർക്ക്, മുസ്ലിം സമുദായത്തിന് തന്നെ ബാധ്യതയാണ് അതുമായി സഹകരിക്കുന്നത്. അതിന്റെ നിരോധനത്തെ തുടർന്ന് PFI ഉണ്ടായപ്പോൾ അതും അപകടകരമാണെന്ന് വിശ്വാസി സമൂഹത്തെ ഉണർത്തിയ ഒരു സമൂഹത്തിൽപ്പെട്ട ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഇത്തരം സംഘടനകളെ കുറിച്ച് എനിക്ക് കൃത്യമായി ബോധ്യമുണ്ട്. എന്ന് മാത്രമല്ല, ഞാൻ ലോകത്തൊരുപാട് സഞ്ചരിച്ചിട്ടുള്ള ആളും ഒരുപാട് രാജ്യക്കാരെ കണ്ടിട്ടുള്ളതുമാണ്. അപ്പൊ ഇന്നാള് ഞാനിവിടെ പറഞ്ഞതുപോലെ, ഇന്ത്യ രാജ്യത്തെ പോലെ ഒരു മുസ്ലിം മതവിശ്വാസിക്ക് ജീവിക്കുവാനും അവന്റെ ആശയ പ്രചരണത്തിനും ഒക്കെ പറ്റിയ ഒരു മണ്ണ് ലോകത്ത് വേറെ ഇല്ല എന്നും, അതുകൊണ്ട് തന്നെ ഇന്ത്യ രാജ്യം പവിത്രവും പാവനവുമാണെന്നും, ഇവിടെ ന്യൂനപക്ഷ സമൂഹങ്ങളിൽ നിന്നും ഉയരുന്ന അപക്വമായ ഏത് പ്രവൃത്തികൾക്കും ആ സമുദായം തന്നെ വില കൊടുക്കേണ്ടി വരുമെന്നുള്ള ലോകപരിചയത്തിൽ കൂടിയുണ്ടായ തിരിച്ചറിവുണ്ടായ ഒരാളാണ്. അതുകൊണ്ട് ഈ PFIയൊക്കെ ഞാൻ അങ്ങേയറ്റം എതിർക്കുന്ന ഒരു സംഘടനയാണ്. പക്ഷെ എന്നാൽ എനിക്ക് ഇപ്പോഴും സംശയം, ഒരു ഈച്ച കടന്നു വന്നാൽ പോലും അതിനെ തിരിച്ചറിയാൻ പ്രാപ്തമായ സാങ്കേതിക വിദ്യയും ഉപകരണങ്ങളും ഒക്കെ ഉള്ള ഇന്ത്യ രാജ്യത്ത്, നേരത്തെ BJP പ്രതിനിധി പറഞ്ഞ പോലെ, സിറിയയിൽ ആടുമേയ്ക്കാൻ പോയ IS-കാരൻ കടന്നു വരുന്നു ശ്രീലങ്ക വഴി, മറ്റ് ബംഗ്ലാദേശ് വഴി ജമാഅത്തെ ഇസ്ലാമി തീവ്രവാദികൾ കടന്നു വരുന്നു, എന്നിട്ട് തെക്കേ ഇന്ത്യയെ ഒരു സ്വതന്ത്ര രാഷ്ട്രമാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന് ഉത്തരവാദികൾ ഈ നാട്ടിലെ മുസ്ലിങ്ങളോ ഹിന്ദുക്കളോ മറ്റു വിശ്വാസികളോ അല്ല, അത് ഈ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികളുടെ, ഡിഫൻസ് ആയാലും ആഭ്യന്തരമായാലും ഒക്കെ അവരുടെ വീഴ്ചയാണെന്ന് മാത്രമേ ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഈ സ്ലീപ്പർ സെല്ലൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറയുന്നത് ഒരു മുൻ DGP അദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ കാലത്ത് കേരളത്തിൽ വളരെ ആദരവോട് ഞാൻ ചോദിക്കുകയാണ്, ഈ സ്ലീപ്പർ സെല്ലുകളെ, LDFന്റെയും പോപ്പുലർ ഫ്രണ്ടിന്റെയൊക്കെ സ്ലീപ്പർ സെല്ലുകളെ നിയന്ത്രിക്കുന്നതിലും
അല്ലെങ്കിൽ അതിലെ പ്രതികളെ കയ്യാമം വെച്ച് കൽത്തുറങ്കിൽ അടയ്ക്കുന്നതിലും എന്ത് നടപടിയാണ് അദ്ദേഹം സ്വീകരിക്കുന്നതെന്ന് നമ്മൾ കണ്ടിട്ടില്ല. മറ്റൊന്ന് ജോസഫ് സാറ്, ഞാൻ കൃത്യമായി പറയുന്നു, ഈ IS എന്ന് പറയുന്ന സംഘം ലോക മുസ്ലിം സമൂഹത്തിന് എങ്ങനെയൊക്കെ ശാപമാണോ, തത്തുല്യമായി മുസ്ലിം സമൂഹത്തിന് ഇത്തരത്തിലുള്ള ശാപങ്ങൾ നൽകാൻ സംഘപരിവാർ അടക്കമുള്ള ചില സംഘടനകൾ വളർത്തിയെടുത്തിട്ടുള്ള ചില വാടക തൊഴിലാളികളാണ് ജോസഫ് മാഷിന്റെ കൈവെട്ടിയത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പ്രവാചകന്റെ ഏറ്റവും പ്രിയപ്പെട്ട പിതൃവ്യനായ ഹംസത്തുൽ കറാറിന്റെ യുദ്ധത്തിൽ അദ്ദേഹത്തിനെ കൊന്നിട്ട് അദ്ദേഹത്തിന്റെ ചങ്ക് പറിച്ചെടുത്ത് കടിച്ചു കീറിയ ഹിന്ദ് എന്ന് പറയുന്ന സ്ത്രീയുടെ പാപമോക്ഷത്തിനു വേണ്ടി പ്രാർത്ഥിച്ച കാരുണ്യത്തിന്റെ കടലായ ഒരു പ്രവാചകന്റെ അനുയായികൾക്ക് ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു ഹീനമായ പ്രവൃത്തി ചെയ്യാൻ സാധിക്കില്ല എന്ന് എനിക്കറിയാം. പിന്നൊരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്, ജോസഫ് മാഷിന്റെ കൈ വെട്ടിയ കാലത്ത് പ്രവാചകനെ ആക്ഷേപിച്ചപ്പോൾ അദ്ദേഹത്തിന് കൈവെട്ടുന്നതിന് മുമ്പ് കേരളീയ പൊതുസമൂഹം എതിരായിരുന്നു. അദ്ദേഹത്തിനെതിരെ ക്രിമിനൽ കേസ് ചാർജ് ചെയ്യപ്പെട്ടു. സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അദ്ദേഹത്തിനെതിരായിട്ട് കൃത്യമായി നിലപാട് സ്വീകരിച്ചു. ക്രിമിനൽ കേസിന്റെ പേരിൽ പൂജപ്പുര സെൻട്രൽ ജയിലിലായി അടയ്ക്കപ്പെട്ട ഒരു കൊടും കുറ്റവാളിയാണ് അന്ന് ജോസഫ് മാഷ്. അത്തരത്തിൽ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെട്ട് മാറി നിന്ന ജോസഫ് മാഷ് എന്ന് പറയുന്ന ഒരു ക്രിമിനലിനെ, കേസിൽ പ്രതിയാക്കപ്പെട്ട് അറസ്റ്റ് ചെയ്തപ്പെട്ട് ജയിലിൽ പോയ ഒരു ക്രിമിനലിനെ മഹനീയമായ മഹർഷിവൽക്കരിക്കുകയും അദ്ദേഹത്തിനെ ഒരു വലിയ എന്തോ ഹീറോ ആക്കുകയും ചെയ്തത് പോപ്പുലർ ഫ്രണ്ടിന്റെ അപക്വമായ നടപടികളാണ്. ഇത്തരം ശക്തികൾ ഒരു സമുദായത്തിന് എങ്ങനെ ബാധ്യതയാകും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ജോസഫിന്റെ കൈവെട്ടിയത്. ജോസഫിന്റെ കൈവെട്ടിയതിൽ പോപ്പുലർ ഫ്രണ്ടുകാരൻ ശിക്ഷിക്കപ്പെട്ടതിൽ ഏറ്റവും കൂടുതൽ ആനന്ദിക്കുന്നത് എന്റെ അഭിപ്രായത്തിൽ ഈ നാട്ടിലെ മുസ്ലിം സമൂഹമാണ്. ആ മുസ്ലിം സമൂഹത്തെ ശ്രീ ജലീൽ താങ്കൾ പറയുന്നതിൽ നിരന്തരം വൈരുദ്ധ്യങ്ങൾ വരുന്നുണ്ടല്ലോ. താങ്കൾ അല്പം മുൻപ് പറയുകയുണ്ടായി ജോസഫ് സാറിന്റെ കൈവെട്ടിയതിൽ കൃത്യമായ ഗൂഢാലോചനയുണ്ട്, അതിന് പിന്നിൽ PFI അല്ല, അതിൽ RSS അജണ്ടയുണ്ട് എന്നുള്ളത്. അത് പറഞ്ഞ് ആ വാചകം തുടങ്ങി അവസാനിക്കുന്ന സമയത്ത് അത് പോപ്പുലർ ഫ്രണ്ട് തന്നെയാണ് വീരപരിവേഷം ജോസഫ് മാഷിന് നൽകുന്നതിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ ആ പ്രവൃത്തി കാരണമായി എന്ന് പറയുന്നു. എന്താണ് താങ്കൾ ഇങ്ങനെ ഇത്ര അധികം വൈരുദ്ധ്യങ്ങൾ ഈ വിഷയത്തിൽ ഉടലെടുത്തുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുന്നത്? താങ്കളെ ഒരു സഹോദരിയോട് ഞാൻ വളരെ വളരെ റെസ്പെക്റ്റോടുകൂടി താങ്കളെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഇത് റെക്കോർഡിംഗ് ആണല്ലോ. ജോസഫ് മാഷിന്റെ കൈവെട്ടിയ കേസിൽ പോപ്പുലർ ഫ്രണ്ടിനെ ന്യായീകരിച്ചുകൊണ്ട് ഈ ഡിബേറ്റിലല്ല, ഏതെങ്കിലും ഒരു ഡിബേറ്റിൽ, എന്റെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു സംഭാഷണത്തിൽ ഞാൻ ന്യായീകരിച്ചിട്ടുണ്ടെന്ന് താങ്കൾ തെളിയിച്ചാൽ, താങ്കളടക്കം ഏത് പ്രവൃത്തിയാണോ പറയുന്നത് ആ പ്രവൃത്തി ചെയ്യാൻ ഞാൻ തയ്യാറാണ്. എന്തിനാണ് ഈ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറയുന്നത്? ഈ ഡിബേറ്റിൽ ഞാൻ അങ്ങനെ പറഞ്ഞോ? പോപ്പുലർ ഫ്രണ്ടിനെതിരായിട്ട് നിത്യമായ ചർച്ച നടക്കുന്നതിനിടയിൽ ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ജോസഫ് മാഷിന്റെ പരാമർശമേ തുടക്കത്തിൽ പറഞ്ഞിട്ടില്ല. വസ്തുതകളെ വളച്ചൊടിക്കരുത്. താങ്കളെ പോലെ ഇത്രയും സീനിയറായ ഒരു ജേർണലിസ്റ്റ്, താങ്കൾ മറ്റു കാര്യങ്ങൾ പറയൂ. ഇനി ഞാൻ മറ്റൊരു കാര്യം കൂടി പറഞ്ഞുതരാം. ഒരു നിമിഷം ഞാൻ കേട്ടതിന് സമാനമായി മറ്റ് പാനലിസ്റ്റുകൾ ആരെങ്കിലും കേട്ടെങ്കിൽ ദയവായി അഭിപ്രായം ഒന്ന് പറഞ്ഞാൽ കൊള്ളാമായിരുന്നു. കാരണം അദ്ദേഹം തുടക്കത്തിൽ അത്തരത്തിൽ തന്നെയാണ് സൂചിപ്പിച്ചത്. ശ്രീ ആരിഫ് ഹുസൈൻ, താങ്കൾ അത് ശ്രദ്ധിച്ചു എന്ന് കരുതുന്നു. അതെ, അതായത് ഇദ്ദേഹം പറയുന്നത് പ്രകാരം അദ്ദേഹത്തിന്റെ ഒരു അവകാശവാദം എന്ന് പറയുന്നത് പോപ്പുലർ ഫ്രണ്ടിനെ അദ്ദേഹം ന്യായീകരിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ശരി, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിനെ തള്ളി പറയല്ലേ വേണ്ടത്. തള്ളി പറയുന്നതിന് പകരം ഇദ്ദേഹം എന്താ ചെയ്തത്? അതിന്റെ പിന്നിൽ RSS ആണെന്നാ പറഞ്ഞത്. അതെങ്ങനെയാ ചേർന്ന് പോവുക? RSS ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ന്യായീകരിക്കുക തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അത് ചെയ്തത് ശരിയോ തെറ്റോ എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് അത് മുഴുവൻ RSSന്റെ തലയിലേക്ക് കെട്ടിവെച്ചുകൊണ്ട് ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ആ കൂട്ടം ആളുകൾ ചെയ്തതിനെ നിങ്ങൾ വെളുപ്പിക്കുന്നു. ഇതാണ് നിങ്ങൾ ചെയ്തത്, ഇതിനെ തന്നെയാണ് ന്യായീകരിക്കുക എന്ന് പറയുക. അപ്പൊ നിങ്ങൾ അത് ക്ലാരിഫൈ. പിന്നെ ഒരു ഡൗട്ട് എന്ന് പറയുന്നത്, ഇദ്ദേഹം ഇവിടെ പറഞ്ഞു കാരുണ്യത്തിന്റെ കടലിനെ കുറിച്ച് പറഞ്ഞു. ഞാൻ ഒറ്റ മിനിറ്റ്
ഇല്ല. ഞാൻ- താങ്കളിലേക്ക് എത്താം ശ്രീ ജലീൽ പുനലൂർ. ശ്രീ ജലീൽ പുനലൂർ താങ്കളിലേക്ക് എത്താം. കാരണം ഞാൻ നിങ്ങൾ സംസാരിച്ചപ്പോൾ നമ്മൾ കേട്ടോണ്ടിരിക്കുകയല്ലായിരുന്നോ? ഇനി ഞാൻ പറയുമ്പോൾ അല്ല, താങ്കളുടെ മുഴുവൻ എന്റെ നമ്മൾ പറയുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ അസഹിഷ്ണുത കാണിക്കുന്ന? എന്തിനാണ്? അസഹിഷ്ണുതയുണ്ട്. നിങ്ങൾ ഇവിടെ നുണ പറഞ്ഞു പോവാണ്. നുണ പറഞ്ഞു പോകാൻ സമ്മതിക്കില്ല. നുണ പറഞ്ഞു പോകാൻ നമ്മൾ അനുവദിക്കില്ല. ഓക്കെ, നിങ്ങൾ ഇവിടെ പറഞ്ഞു, അതായത് കാരുണ്യത്തിന്റെ കടലാണ്, ഇങ്ങനെയുള്ള സംഗതി ഒന്നും ഇസ്ലാമിൽ ഇല്ല എന്നാണ് പറഞ്ഞത്. ഞാനിവിടെ കൃത്യമായിട്ട് പറയുന്നു, ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ട് അവര് നടത്തിയത് ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ചെയ്തിയാണ്? ഖുർആനിലെ 5:33 എടുത്ത് വച്ച് വായിക്കൂ. അള്ളാഹുവോടും അവന്റെ ദൂതനോടും പോരാടുകയും ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവർക്കുള്ള പ്രതിഫലം അവർ കൊന്നൊടുക്കപ്പെടുകയോ ക്രൂശിക്കപ്പെടുകയോ അവരുടെ കൈകളും കാലുകളും എതിർവശങ്ങളിൽ നിന്നായി മുറിച്ചു കളയപ്പെടുകയോ നാട് കടത്തപ്പെടുകയോ ചെയ്യുക മാത്രമാകുന്നു. അത് അവർക്ക് ഇഹലോകത്തുള്ള അപമാനമാകുന്നു എന്ന് കൃത്യമായിട്ട് ഖുർആനിൽ എഴുതി വെക്കുകയും അതാണ് തങ്ങൾ നടപ്പിലാക്കുന്നത് എന്നും പറയുന്ന സംഗതിയെ നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഇത് ഇസ്ലാമിലില്ല, അത് വേറെ എവിടുന്നോ പൊക്കിക്കൊണ്ട് വന്നാണെന്ന് പറയുന്നത്? ഇത് എവിടുത്തെ ന്യായമാണ്? എന്നിട്ട് പിന്നെ അത് വെച്ചുകൊണ്ട് നിങ്ങൾ ഇസ്ലാമിനെ ഒളിപ്പിക്കുക, ഇത് കാരുണ്യത്തിന്റെ കടലാണെന്ന് പറയാം. ഇതാണോ നിങ്ങൾ ഉദ്ദേശിച്ച കാരുണ്യം? ഇതാണോ നിങ്ങളുടെ കാരുണ്യം? നിങ്ങൾ വെറുതെ ഒച്ചപ്പാട് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ചോദിച്ചിട്ട് ഉത്തരം പറയും. ഞാൻ ചർച്ചയിൽ ഉത്തരം മുട്ടുമ്പോ കടന്ന് മെഴുകല്ലേ? നിങ്ങൾ ചോദിച്ചതിന് ഉത്തരം ഉണ്ടെങ്കിൽ പറയൂ. ന്യായീകരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ന്യായീകരിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇത് RSSന്റെ തലയിലേക്ക് ഇട്ടിട്ട് ഇതിനെ വെളുപ്പിക്കുന്നത്? ഒറ്റ നിമിഷം ശ്രീ ജലീൽ പുനലൂർ, ഒറ്റ നിമിഷം താങ്കൾക്ക് പറയാം. കാരണം ഞാനത് അങ്ങനെ കേട്ടതുകൊണ്ടാണ് അതിലൊരു വ്യക്തത വരുത്താൻ ചോദിച്ചത്. അപ്പോൾ അത് എന്റെ മാത്രം തെറ്റാണോ എന്ന് അറിയുന്നതിന് വേണ്ടിയാണ്. പക്ഷെ അല്ല, സഹ പാനലിസ്റ്റുകളും അത് കേട്ടതുകൊണ്ടാണ് താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. കാരണം ഒരു വാചകത്തിൽ തുടങ്ങുന്നു, അതിൽ നിന്ന് തികച്ചും വിഭിന്നമായി അത് അവസാനിപ്പിക്കുന്ന തരത്തിലേക്ക് എത്തുന്നു. താങ്കൾ ആ വ്യക്തത കുറവ് ശ്രീ ജലീൽ പുനലൂർ താങ്കൾക്ക് തുടരാം. താങ്കൾ പറഞ്ഞത് അതേ വാചകങ്ങൾ തന്നെയാണ്. വേണമെങ്കിൽ അത് പിന്നീട് താങ്കൾക്ക് എഡിറ്റ് ചെയ്ത് അയച്ചു തരാവുന്നതേ ഉള്ളൂ. തുടരാം. തീർച്ചയായിട്ടും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ പരസ്യമായി മാപ്പ് പറയും. അദ്ദേഹം പിന്നെ അത് ഒരാൾ സംസാരിക്കുമ്പോൾ മറ്റൊരാൾക്ക് അവസരം കൊടുത്ത് അയാളുടെ സമയം അപഹരിക്കും. അല്ലല്ല, അത് ഞാൻ ഇടപെട്ട് നൽകിയത് തന്നെയാണ്. കാരണം എനിക്കൊരു വ്യക്തത വരുത്തണമായിരുന്നു. ശ്രീ ജലീൽ പുനലൂർ, ഒരു കാരണവശാലും ഇന്നത്തെ ഈ ഡിജിറ്റൽ യുഗത്തിൽ ഒരാൾ എന്തു പറഞ്ഞാലും അത് തെളിയിക്കപ്പെടാൻ സാധ്യതയുള്ളതാണ്. എനിക്കത് കൃത്യമായി ബോധ്യമുണ്ട്. അതിനൊരാളുടെ വക്കാലത്ത് വേണ്ട. ഞാൻ ഒരു കാലത്തും പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു നയത്തെയും അംഗീകരിക്കാത്ത ഒരാളാണ് എന്ന് മാത്രമല്ല, അവരുടെ ഹിറ്റ് ലിസ്റ്റിൽപ്പെട്ട ഒരാളാണ്. എന്റെ മുഖത്ത് നോക്കി നിങ്ങൾ പോപ്പുലർ ഫ്രണ്ടിനെ ന്യായീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൽ പരം വങ്കത്വം വേറെ ഏതാ ഉള്ളത്? പിന്നെ പ്രവാചകനെ സംബന്ധിച്ചും ഇസ്ലാമിനെ സംബന്ധിച്ചും ഇപ്പൊ ഞാൻ വലിയൊരു ഇസ്ലാം മതവിശ്വാസിയൊന്നുമല്ല. ഈ ലോകത്ത് 10-14 നൂറ്റാണ്ട് കൊണ്ട് ആളുകൾ കണ്ടറിഞ്ഞതാണ്. യൂറോപ്പിലടക്കം ആ മതം വളരുന്നതായിട്ട് നമുക്ക് കാണാം. അതിനെതിരായിട്ട് ആരെങ്കിലും എവിടെങ്കിലും നിന്ന് ഇങ്ങനെ പൂനിലാവിനെ നോക്കി പലരും ചെയ്യുന്നത് പോലെ എന്തെങ്കിലും ചെയ്താൽ അതിനെ കുറിച്ചൊന്നും മറുപടി പറയാൻ എനിക്ക് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് പിന്നെ ഒരു കാര്യം ആങ്കർ അറിയണം. രാജ്യത്തിന്റെ അഖണ്ഡതയെ കുറിച്ച് പറയുമ്പോൾ ജനജീവി അറിയേണ്ട ഒരു സുപ്രധാന വാർത്ത ഇപ്പൊ വന്നിട്ടുണ്ട്. ഇന്ന് രാവിലെ മുതൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പാകിസ്ഥാന് വേണ്ടി ചാരവൃത്തി ചെയ്തതിന് നമ്മുടെ അഭിമാനമായ കൊച്ചി കപ്പൽ നിർമ്മാണശാലയിൽ ഒരു ചാരനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പോക്കർ മുഹമ്മദ് ഒന്നുമല്ല, അവരെ പിടികൂടി. ജീവനക്കാരൻ പിടികൂടിയല്ലോ. അങ്ങനെ രാജ്യവിരുദ്ധ ശക്തികളെയൊക്കെ, അതിപ്പോൾ ഏതായാലും പേര് നോക്കിയല്ല കേന്ദ്ര അന്വേഷണ ഏജൻസികൾ രാജ്യവിരുദ്ധ ശക്തികളെ പിടികൂടുന്നത്. അവർ അവരുടെ പ്രവൃത്തി തുടർന്നുകൊണ്ടേയിരിക്കുന്നു.